സമരങ്ങളെ പുച്ഛിക്കുന്ന മനോഭാവം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഒറ്റപ്പാലത്തെ ബിജെപി നേതാക്കൾ കഥയറിയാതെ ആട്ടം കാണുന്നവരാണെന്നും ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്. ഒറ്റപ്പാലത്തെ ബിജെപി നേതാക്കൾ കഥയറിയാതെ ആട്ടം കാണുകയാണെന്ന് ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്. പള്ളം ഭാഗത്തെ റോഡിന്റെ വിഷയത്തിൽ ഒറ്റപ്പാലം നഗരസഭ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒറ്റപ്പാലം നഗരസഭ യാതൊരു വിധത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ലെന്നും എല്ലാം ചെയ്യേണ്ടത് ഒറ്റപ്പാലം നഗരസഭയുമാണെന്നുള്ള ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന സമരത്തെ വളരെ പുച്ഛത്തോടുകൂടി സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, പ്രത്യേകിച്ച് ബിജെപിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഉന്നയിച്ചത്. കഥയറിയാതെ ആട്ടം കാണുന്ന സമീപനമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒറ്റപ്പാലം നഗരസഭ വളരെ കൃത്യമായി ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം 3,60,000 രൂപ പള്ളം മേഖലയിലെ ഡ്രെയിനേജ് പ്രവൃത്തിക്ക് ടെൻഡർ നടപടി സ്വീകരിച്ച് കരാർ ഏർപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ കരാറുകാരൻ ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ കടത്തുന്നതിന് വേണ്ടി റെയിൽവേ അനുമതി ചോദിച്ചപ്പോൾ ആ അനുമതി നൽകാതെ ആ പ്രവൃത്തി നിർത്തിവെക്കേണ്ടതായി വന്നു. ഈ ഭാഗത്തെ ഡ്രെയിനേജ് നിർമ്മാണം പോലും റെയിൽവേ അനുമതി നിഷേധിച്ചത് കാരണം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും റോഡ് നവീകരണത്തിന് ഫണ്ട് വെച്ചതായും അതും റെയിൽവേ നിഷേധിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ഗതാഗത യോഗ്യമാക്കുന്നതിന് പുനരുദ്ധാരണത്തിന് വേണ്ടി 11,17,000 രൂപയാണ് ഒറ്റപ്പാലം നഗരസഭ വകയിരുത്തിയിട്ടുള്ളത്. ഈ പ്രവൃത്തിക്കും റെയിൽവേയുടെ അനുമതി ആവശ്യമാണ്. റെയിൽവേ അനുമതി നിഷേധിക്കുകയാണ്. റെയിൽവേ അനുമതി നിഷേധിക്കാനുള്ള കാരണം 5/2/2025 അദ്ദേഹത്തിന്റെ പാർട്ടിയാണല്ലോ രാജ്യം ഭരിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള റോഡ്, ആ റോഡിന്റെ വാടക ഒറ്റപ്പാലം നഗരസഭ നൽകണം എന്നുള്ള ഉത്തരവാണ് ഡിവിഷണൽ എഞ്ചിനീയർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തീയതിയിൽ 5/2/2025 നൽകിയ കത്ത് മുഖേന, നോട്ടീസ് മുഖേന അറിയിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്ത് സഞ്ചാരയോഗ്യത്തിനായി ചെറിയ മേൽപ്പാലം നിർമ്മിക്കാൻ കൗൺസിൽ തീരുമാനം എടുത്തിരുന്നു. ഈ തീരുമാനം ഗവൺമെന്റ്, റെയിൽവേ എന്നിവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും നഗരസഭ ഇടപെടൽ കൊണ്ടാണ് ഓട്ട് കമ്പനി ഭാഗത്തെ റോഡ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൗൺസിൽ യോഗത്തിലെ 13-ാം നമ്പർ തീരുമാനം ഇവിടേക്ക് ആവശ്യമായ ഈ റെയിലിന്റെ അപ്പുറത്ത് താമസിക്കുന്നവർക്കും ഈ പ്രദേശത്തേക്കും ഉൾപ്പെട്ട പള്ളം പ്രദേശത്ത് താമസിക്കുന്നവർക്ക് സഞ്ചാരയോഗ്യമായ ഒരു പാത നിർമ്മിക്കുവാൻ റെയിൽവേ ട്രാക്ക് മൂലം സാധിക്കുന്നില്ലെന്നും അവിടെ ഒരു ഇരുമ്പ് പാലമോ ഒരു ചെറിയ മേൽപ്പാലമോ നിർമ്മിച്ച് ഇരുചക്ര വാഹനങ്ങൾക്ക് ഉൾപ്പെടെ ചെറിയ വാഹനങ്ങൾ പോകാൻ ആവശ്യമായിട്ടുള്ള തീരുമാനം ഒറ്റപ്പാലം നഗരസഭ എടുത്തതാണ്. ഈ തീരുമാനം ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്, റെയിൽവേനെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1/11/2024 ജോയിന്റ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് റെയിൽവേക്കും ഗവൺമെന്റിനും കത്തും അയച്ചിട്ടുള്ളതാണ്. ഒറ്റപ്പാലം നഗരസഭ വളരെ കൃത്യമായി ഈ വക കാര്യങ്ങളിൽ ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഓട്ട് കമ്പനി പ്രദേശത്തേക്കുള്ള റോഡ് പ്ലാറ്റ്ഫോമിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റോഡിന്റെ വീതി ഉൾപ്പെടെ കുറച്ചുകൊണ്ടുള്ള റോഡ് തന്നെ ഇല്ലാതാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ഒറ്റപ്പാലം MLA-യുടെയും നഗരസഭാ ഭരണസമിതിയുടെയും ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 8 അടിയെങ്കിലും വീതിയിലുള്ളൊരു റോഡ് അവിടെ ഉണ്ടായിട്ടുള്ളത്. നിരവധി പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ അതിനാവശ്യമായ സഹായം ചെയ്യുന്നതിന് പകരം സമരത്തെ പുച്ഛിക്കുന്ന മനോഭാവം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ രാജേഷ് പറഞ്ഞു. പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ നിർത്തലാക്കിയതിൽ പാലക്കാട് MP പോലും ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. അതിനാവശ്യമായിട്ടുള്ള സഹായം ചെയ്യുന്നതിന് പകരം സമരമല്ലാതെ ഈ രാജ്യത്ത് എല്ലാം നേടിയെടുത്തിട്ടുള്ളത് സമരത്തിലൂടെയാണ്. ആ സമരത്തെ പുച്ഛിക്കുന്ന സമീപനം, നഗരസഭ ചെയ്ത കാര്യങ്ങളെ ഗൗരവത്തിൽ കാണാത്ത സമീപനം, ഇതെല്ലാം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഒറ്റപ്പാലം നഗരസഭ വളരെ കൃത്യമായി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് ഈ കാര്യങ്ങൾ ഉന്നയിക്കാൻ ഒരു MP നമുക്ക് മുമ്പിലുണ്ട്. ആ MP പോലും ഇത്തരം കാര്യങ്ങളിൽ പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ നിർത്തലാക്കിയപ്പോൾ പോലും ഇടപെടുന്നില്ല. ഒറ്റപ്പാലത്തെ ജനങ്ങളുടെ ദുരിതത്തിൽ ഇടപെടാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഈ പ്രതിസന്ധികൾക്കിടയിലും ഒറ്റപ്പാലം നഗരസഭ വളരെ കൃത്യമായി ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിക്കാറുള്ളത്.
പള്ളം ഭാഗത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് പറഞ്ഞ് CPM നടത്തിയ റെയിൽവേ മാർച്ചിനെതിരെ BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ ACVക്ക് നൽകിയ പ്രതികരണത്തിന് മറുപടി പറയുകയായിരുന്നു രാജേഷ്.